അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ആക്കാനാണ് വന്നേ. നമ്മൾ നാട്ടിലേക്ക് പോകാൻ പോവല്ല. എപ്പോഴും പോകുന്ന പോലെയല്ല, വെക്കേഷന് പോകുന്നതല്ല. നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടി പോവല, ഒമാൻ ഒഴിവാക്കിയിട്ട്. സന്തോഷം, അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. പക്ഷേ എവിടെയോ ഒരു സങ്കടം. എവിടെയാ സങ്കടം എന്ന് എനിക്കറിയില്ല. എവിടെയോ ഒരു സങ്കടമുണ്ട്. നാട്ടിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയില്ലേ, ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളാണ്. ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും സങ്കടം ഉണ്ടാവലുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ ഞാൻ വേഗം സെറ്റിൽ ആവലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നമ്മൾ എപ്പോഴും പോകുന്ന പോലെ വെക്കേഷന് പോകുന്നതല്ലല്ലോ. ഇവിടെ ഇങ്ങനെ മൊത്തം ഒഴിവാക്കിയിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയോ ഒരു സങ്കടം. പക്ഷേങ്കിൽ അത് സെറ്റാവും. എന്താ പറയുക, നമ്മൾ എപ്പോഴും 2 മാസത്തേക്ക് പോകുന്നത് വരുന്നത് അങ്ങനെയല്ലേ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം വേറൊരു രീതി എന്ന് പറയുമ്പോൾ എവിടെയോ എന്തെല്ലോ ഒരു പോലെ എനിക്ക് എന്തോ ഒരു സെറ്റാവാത്ത പോലെ. പക്ഷേ ഞാനൊരു കമൻറ്റ് വായിച്ചു തരാം, നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിന്. ഞാൻ ഏതൊരു വീഡിയോയിൽ പ്ലാൻ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടേനു. ഞാനും ഈ പ്ലാൻ ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാനും ഇക്കയാണെങ്കിൽ കൺഫ്യൂഷനേനു. വേണ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ, സെറ്റിലാവണ എന്നുള്ള കൺഫ്യൂഷനേനു. കാര്യം സെറ്റിലാവാന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ വിടുന്ന സ്കൂളിൽ നിന്ന് മാറ്റിച്ചേർക്കണം, നാട്ടിലോട്ട് മാറ്റിച്ചേർക്കണം. നമ്മൾ സാധാരണ പോലെ തോന്നുമ്പം പോവാ തോന്നുമ്പം വരാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ തീരുമാനം എടുത്താൽ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ മാറ്റിച്ചേർക്കണം. 1 വർഷം നാട്ടിൽ പഠിക്കണം, എന്തായാലും മിനിമം 1 വർഷമെങ്കിലും പഠിക്കണം. ആടെ സെറ്റിലായിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ അങ്ങനെ തന്നെ പോകണം. അങ്ങനെയല്ല, നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് തീരുമാനം എടുക്കണം. നമ്മൾ ഇപ്പം തന്നെ തീരുമാനം എടുക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ച് ഇൻഷാ അള്ളാ നമ്മൾ നാട്ടിലേക്ക് താമസം മാറാൻ പോകല. ഞാനൊരു വ്ളോഗിൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേരം തന്നെ നമുക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടേനെ. അതിൽ കുറേ ലൈക്ക് കിട്ടിയൊരു കമൻ്റ് ഉണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേനെ. റംഷി എന്ന് പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ചെയ്തതിന്. മാഷാ അള്ളാ ഇത്ത നാട്ടിൽ സെറ്റിലാവാമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം. ആ ഒരു എന്തോ ഒരു സങ്കടം തന്നെ ഞങ്ങൾക്കും ഉള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്താൻ്റെ കൂടെ തന്നെ ആയിരുന്നു 5 വർഷം. മീൻസ് എൻ്റെ വ്ളോഗ് 5 വർഷമായിട്ട് കാണുന്ന ആളാണെന്ന് തോന്നുന്നു ആയിരിക്കും. അറബ് നാട് കുറേ കണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ഇഷ്ടം, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നെല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമൻറ്റിന് കുറേ ലൈക്ക് ഉണ്ടേനു. അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ കാരണം. ലൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. 5 വർഷമായിട്ട് എന്നെ ഇവിടെ ഒമാനിൽ കാണുന്നതല്ലേ നിങ്ങൾ വ്ളോഗിലായാലും. അപ്പോൾ ഇങ്ങൾക്കും ഒരു എന്തോ ഒരു പോലെ ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. ഇല്ലേ, ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതന്നെ ഞങ്ങൾക്കും. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 11 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാലാണ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു വർഷം 4 മാസവും അങ്ങനെ എങ്ങാനായിരം. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ്. അന്നേരം ഓൾമോസ്റ്റ് 11 വർഷമായി ഞാൻ ഒമാനിലേക്ക് വന്നിട്ട്. പിന്നെ ഇന്നും ആദ്യമായിട്ട് വരുന്ന 5 മാസമുള്ള സമയത്താണ്. ആലും അങ്ങനെ തന്നെ 5-6 മാസമുള്ള സമയത്താണ് ആലും വരുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു 11 വർഷത്തിൻ്റെ ഇടയ്ക്കില്ലേ, ഞാൻ ഇങ്ങനെ നാട്ടിൽ വെക്കേഷന് പോയി 2, 3, 4 മാസം നിൽക്കും. അധികം 3 മാസമല്ല നിൽക്കൽ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യമില്ലേ, ഞാൻ 1 വർഷം നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് ആലുവിനെ പ്രസവിക്കാൻ പോയ സമയത്ത് ആലു കൊറോണ ബേബിയേനു. ആ സമയത്തില്ലേ ഭയങ്കരമായിട്ട് ഫ്ലൈറ്റെല്ലാം ബന്ധായ ഒരു സമയമാണ്. ആ ആലുവിൻ്റെ ഒരു 9 മാസം എല്ലാം ഉള്ള ടൈമിലാണ് ഫസ്റ്റ് കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട് അങ്ങനെ എന്തോ ഉണ്ടായിനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തെല്ലാം പിന്നെ 4, 5, 6 കേസെല്ലാം റിപ്പോർട്ട് ചെയ്ത് മാസ്ക് നിർബന്ധമാക്കി. ആ സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് ബന്ധാവുമെന്നൊന്നും വിചാരിക്കുന്നേ ഇല്ലേനെ. അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങനെ കുറേ കേസെല്ലാം വരാൻ തുടങ്ങി. ലാസ്റ്റ് ഫ്ലൈറ്റ് ബന്ധായി എല്ലാം. പിന്നെ കർഫ്യൂ ആയി, ലോക്ക്ഡൗൺ ആയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം ആയിട്ടില്ലേ. ആ സമയത്ത് എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കുറേ കാലം നാട്ടിലായിരുന്നു. ആലൂന് 6 മാസം എത്തിയിറങ്ങാനെന്ന് തോന്നുന്നു ഞാൻ വന്നത്. കൊറോണ സമയമെല്ലാം ഭയങ്കര മെമ്മറി അല്ലേ. നമുക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റേ PPE കിറ്റെല്ലാം ഇട്ടിട്ട് ഫ്ലൈറ്റിൽ വന്നെല്ലാം ഇന്നൂൻ്റെ എല്ലാം പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ ആലുവിൻ്റെ ലെക്ക് എന്താണെന്നറിയാം, ആലുവിന് ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ലാണ്ടാണ് അവൾ വന്നത്. ഫ്രീ ആയിരുന്നു, ഫുള്ള് ഫ്രീ ആയിരുന്നു. കാരണം ആ സമയത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലേ. ആലുവിന് ഫ്രീ ആയിരുന്നു, പക്ഷേ നമ്മൾ വന്ന ഓൾമോസ്റ്റ് 1 lakh rupees അടുത്തായിട്ട് ഒരു ടിക്കറ്റിന് എനിക്കും ഇന്നൂനും.
അങ്ങനെ എങ്ങനെ എന്തോ നമ്മൾ വന്നത്. ഭയങ്കര റേറ്റ് വരും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിനെല്ലാം. പക്ഷേ ആലുവിന് ഫ്രീ. ആലു ന്യൂ ബോൺ ആയതുകൊണ്ട് ഏതോ ഒരു ട്രാവൽസിൻ്റെ പുതിയ ലോഞ്ചാണ് അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം. എന്നിട്ട് അവർ ഫ്രീ ആയിട്ട് അങ്ങനെ ആലുവിന് കിട്ടി. ഞാനും ഇന്നും നമുക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നേ. അങ്ങനെയെല്ലാം വന്ന് നമ്മളിങ്ങനെ അല്ല ഞാൻ എവിടെയോ പറഞ്ഞെത്തി. അപ്പോൾ ഇല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വർഷം നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നമ്മളിങ്ങനെ 2 മാസം പോയി നിൽക്കും വരും അങ്ങനെയേനും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പോലാം. എനിക്ക് ഈ റൂം ഒഴിവാക്കി പോകുന്നതിൽ എനിക്ക് എന്തെല്ലോ നമ്മൾ മൊത്തം വീടില്ല. നമ്മൾ നാട്ടിൽ പോയാലും ഇല്ലേ, നാട്ടിൽ പോകുമ്പോൾ 2 മാസത്തേക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോവും. നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ തിരിച്ചിങ്ങി വരും എന്നുള്ളതിൽ അത്യാവശ്യം സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് പോകുന്നതല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരുവേ, അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം പോകുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഉണ്ടാവുക. നമ്മൾ റൂം ഒഴിവാക്കിയിട്ട് എൻ്റെ കിച്ചൺ ഒഴിവാക്കി പോകുന്നതിൽ അങ്ങനെ മൊത്തത്തിൽ എന്തെല്ലോ മിസ്സിങ് ഉണ്ട്. പിന്നെ ഇക്ക് ഇവിടെ ഉണ്ടാവുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പണ്ടേ ചോദിക്കലുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴും ഒമാനിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്, നിങ്ങളെപ്പോൾ നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാമെന്നെല്ലാം പണ്ടേ ചോദിക്കലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും നാട്ടിൽ വരില്ല. പിന്നെ ഇവിടെ ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും എക്സാം, ആനുവൽ എക്സാം ഇപ്പം നടന്നുകൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. അപ്പോൾ അവരുടെ സ്കൂളും കഴിയാനായി. ഈ ഒരു ടൈമിൽ നമ്മൾ ടി സിക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ടി സിക്കെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടി സിക്ക് അപ്ലൈ ചെയ്തേരാണ് നമ്മൾക്ക് ഓക്കെ നമ്മൾ തന്നെ തീരുമാനിച്ച് നമുക്ക് ഉറപ്പിച്ചത്. ഇവർ 2 മാസം വെക്കേഷൻ നമ്മൾ ഇപ്രാവശ്യം ഇവിടെയാണ് നിൽക്കുന്നത്, കാരണം നാട്ടിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ജൂൺ ആവാൻ നോക്കുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവും. ജൂൺ 1-ാം തീയതിയല്ലേ നാട്ടിൽ സ്കൂൾ തുറക്കുക. അപ്പോൾ ഒരു മെയ് ലാസ്റ്റ് ഇൻഷാല്ലാ അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ ഏത് സ്കൂളിലാണ് ചേർക്കാന്നെല്ലാം കുറേ നോക്കണം. കാരണം എന്താണെന്നറിയാം, വലിയ പ്രശ്നമാണ്. ഇന്നൂന് ഹിന്ദി അറിയില്ല. ഹിന്ദി ഇതുവരെ അവൾ പഠിച്ചിട്ടില്ല. ഇന്നും ഇപ്പോൾ 4-ാം ക്ലാസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ 5-ലേക്ക് ഇന്നു പോകണ്ടേ. ഹിന്ദി ഇതുവരെ പഠിച്ചിട്ടില്ല. അതിനൊരു കാരണം എന്താണെന്നറിയാം, ഇവിടെ 1-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷനാണ്, ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി. അപ്പോൾ 1-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ മലയാളം എടുത്താൽ പിന്നെ ഹിന്ദി 5-ാം ക്ലാസ്സിൽ നിന്ന് മാത്രമേ പഠിക്കൂ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഹിന്ദി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മലയാളം 5-ാം ക്ലാസ്സിനെ പഠിക്കൂ. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞേ ഹിന്ദി എടുത്തോ, മലയാളം എടുത്താൽ കുട്ടി നല്ലോണം കഷ്ടപ്പെടും, മലയാളം കുറച്ച് ടഫല്ലേ പഠിക്കാൻ. അപ്പോൾ ഞാനെന്ന് ചിന്തിച്ചെന്നറിയാം, ഓക്കെ ഇപ്പോൾ ഹിന്ദി എടുത്താൽ പിന്നെ മലയാളം ഇവിടെ 5-ാം ക്ലാസ്സിനെ ഇന്നും പഠിക്കൂ. മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, എന്നാൽ ചെയ്യാം. പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മലയാളമാണ് ടഫ്. ഞാൻ വിചാരിച്ച് ചെറുതിലേ ടഫ് പഠിച്ച് തുടങ്ങിട്ട് എന്നാൽ പിന്നെ വലുതാവുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ, ഹിന്ദി ഈസിയാണ് പഠിക്കാൻ. അപ്പോൾ ഹിന്ദി പെട്ടെന്ന് എപ്പോഴും പഠിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മലയാളം ചൂസ് ചെയ്ത്. അതുകൊണ്ട് ഇന്നൂന് ഹിന്ദി അറിയില്ല, ഹിന്ദി അക്ഷരം പോലും ഇതുവരെ പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ 5-ാം ക്ലാസ്സിൽ നിന്ന് ഇവൾ പഠിച്ച് തുടങ്ങണ്ടേ. അപ്പോൾ 5-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ആകെ മൊത്തം ഇടങ്ങേറായിട്ടുള്ള. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കണക്കിന് അന്ന് മലയാളം എടുത്ത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ഇവൾ മലയാളം പഠിക്കണ്ടേനാ. മലയാളം പെട്ടെന്ന് അക്ഷരങ്ങളൊന്നും അറിയാണ്ട് പഠിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് പാടല്ലേ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നൂന് ഈ ഒരു 2 മാസം വെക്കേഷന് ഹിന്ദി ഫ്രം ദ ബിഗിനിങ് ലെറ്റേഴ്സ് അക്ഷരങ്ങൾ തൊട്ടിട്ട് എല്ലാം കുറച്ചെങ്കിലും പഠിപ്പിച്ചെടുക്കണം. ഇനി ട്യൂഷൻ്റെ കാര്യം പറഞ്ഞുതരാണ്. ഇന്നൂനിപ്പോൾ ഈ ഹിന്ദി ലാംഗ്വേജ് ട്യൂഷനാണ് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ട്യൂഷൻ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്നതാണ് ആൽബിഡോ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു റിവ്യൂ, ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കും, ഇത്ത പറഞ്ഞാൽ ശരിയല്ലേ, എനിക്ക് വിശ്വസിച്ച് ആൽബിഡോയിൽ ജോയിൻ ചെയ്യിപ്പിക്കാമല്ലോ. ഞാൻ അവരോട് പറയും വിശ്വസിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചോ, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പറയുമേ. ഞാൻ എൻ്റെ കയ്യിൽ വന്നൊരു റിവ്യൂ കേൾപ്പിച്ചു തരാം കേട്ടോ. ഹലോ മാം, പിന്നെ എൻ്റെ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ, 19 ക്ലാസ് ആയിട്ടുണ്ട്. കുറച്ച് സ്പീഡാക്കട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു മാമിൻ്റെ. പിന്നെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ABCD അക്ഷരം അല്ലാതെ ഒരു സെന്റൻസ് 8-ാം ക്ലാസ്സിൽ എത്തി, എന്നാലും ABCD അക്ഷരം അറിയുന്നതല്ലാതെ ഒരു സെന്റൻസ് എഴുതാനോ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ആദ്യം ഇതിൽ ചേർന്ന് നല്ല പേടിയുണ്ടായത്, എങ്ങനെയാണ് ഇവർ പഠിക്കാൻ പറ്റുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. വായിക്കാൻ തിരികെ പറ്റുന്നുണ്ടായിട്ട്, അതേപോലെ തന്നെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും എല്ലാം നല്ലതായിട്ട് പറ്റുന്നുണ്ട്. ഹിന്ദി ട്യൂഷന് വേണ്ടിയിട്ട് ഇന്നൂന് ഞാൻ പെൻസിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആൽബിഡോൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അതിലാണ് ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം 20 ദിവസം കൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും എല്ലാം പഠിപ്പിക്കും. കാരണം ഇപ്പം ഹിന്ദി ഇതുവരെ പഠിച്ചിട്ടില്ല, പക്ഷെങ്കിൽ കുറേ കുട്ടികളുണ്ടാവില്ലേ, ഞാൻ ഇത് പറയുമ്പം നിങ്ങളോട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറേ കുട്ടികളുണ്ടാവില്ലേ, ഇപ്പോൾ അറബി ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് സയൻസ് ഏതായാലും സബ്ജക്റ്റ് ആയാലും ഒന്നും അറിയാത്ത, ബേസിക് ഒന്നും അറിയാത്ത കുട്ടികൾക്കുള്ളൊരു കോഴ്സാണ് പെൻസിൽ ഫൗണ്ടേഷൻ. അതെന്ന് പറഞ്ഞാൽ
20 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. ഇപ്പോൾ എഴുതാനും വായിക്കാനും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തായാലും വിസിബിളായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഈ 20 ഡേയ്സിൽ. ഞാനിപ്പോൾ ഇന്നൊരു വെക്കേഷന് ക്ലാസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത അക്കാഡമിക് ഇയറിലോട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് CBSE കുട്ടികൾക്ക് A+ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു കോഴ്സിൽ ഇവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നെക്സ്റ്റ് ഇയറിൽ A+ എയിം ചെയ്തിട്ട് ഇവർ കൊടുക്കുന്നൊരു ട്യൂഷൻ ക്ലാസ്സാണത്. മന്ത്ലി എക്സാം ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും, ഇപ്പോൾ 1-to-1 അറ്റൻഷൻ എന്തായാലും ഉണ്ടാവും. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നല്ല ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലോ ഏത് എക്സാമിൻ്റെ ടൈമിലും ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. A+ ആണ് ഇവർ മെയിൻ എയിം ചെയ്യുന്നത് കേട്ടോ. ഈ പെൻസിൽ ഫൗണ്ടേഷൻ പിന്നെ A+ ക്യാമ്പസ് കൂടാണ്ട് ആൽബിഡോ ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടിയുണ്ട്. അത് നോർമൽ സ്കൂളിങ്ങിൻ്റെ പോലെ തന്നെ പാരലായിട്ട് എല്ലാ വിഷയത്തിലും ട്യൂഷൻ, പിന്നെ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസും ചെയ്യാം. ആൽബിഡോൻ്റെ ഏത് കോഴ്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും എടുക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണോ അതെടുക്കാം. നിങ്ങളെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഞാൻ സ്ക്രീനിൽ നമ്പർ ചിലപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും അവരെ ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ട്രസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആൽബിഡോനൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്ക്. ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള കോൺടാക്റ്റ് എല്ലാം ചെയ്ത് സംസാരിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വൈകുന്നേരം നോമ്പ് തുറക്കാനായ സമയത്തല്ല, വൈകുന്നേരം നമ്മൾ സാധാരണ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ എങ്കിൽ എനിക്കിന്ന് സ്നാക്കൊന്നും ആക്കണ്ടേനു. എൻ്റെ വലിയ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് സ്നാക്ക് കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ അപ്പോൾ ഇതെല്ലാം കൊടുത്തയച്ച് ഞാൻ കാണിച്ചു തരാം. മറ്റേ മസാല ഇത് മോമോസ് അല്ലേ? എൻ്റെ ഫേവറേറ്റ് മോമോസ്. മറ്റേ ഷെസ്വാൻ സോസ് എങ്ങനെയായിരിക്കും? ഇതെന്നാ ഡംപ്ലിങ്സാ? ആ ഇന്നൊന്ന് നോക്കിയോത്തെ. ഇത് ഡംപ്ലിങ്സാ? എന്തോ സാധനം ഉള്ളിലെന്തോ ഉണ്ട്. തിന്നോക്കാലോ. എത്ര അധികം കൊടുത്തയച്ചേ. ഇത് മറ്റേ സാധനം സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ചിക്കൻ്റെ പേസ്റ്റ് വെച്ചിട്ടുള്ള, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ആക്കണമെന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് ഭയങ്കര സംഭവം. അപ്പോൾ ഇതല്ലേനു ഇന്നത്തെ നോമ്പുറ സ്പെഷ്യൽ. പിന്നെ ഞാനിന്ന് ജ്യൂസും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊരു നെയ്ബർ ഫുഡ് സപ്ലൈ ആണ് അവരെ ജോലി. അപ്പോൾ അവരെപ്പോഴും നമുക്കിങ്ങനെ ബോട്ടിലിൽ പല ഡ്രിങ്കും കൊണ്ടുത്തരും. ഇന്ന് ബദാം മിൽക്കും വേറെ ഏതോ എസെൻസ്, ഇങ്ങനെ വിംറ്റോ പോലത്തെ ഏതോ എസെൻസിൻ്റെ ഡ്രിങ്ക് വന്നേ. പിന്നെ ബദാം മിൽക്ക് പകുതിയായിന്, അത് ഞാൻ ആലുവിന് കൊടുത്തേനുവേ. എപ്പോഴും 1-2, ചില ദിവസം 1 ചില ദിവസം 2 ബോട്ടിൽ ഡ്രിങ്ക് എല്ലാം കൊണ്ടുത്തരും. അതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ വേറെ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്നാക്കും ജ്യൂസും ഒന്നും ഉണ്ടാക്കാണ്ടേനു ഇന്നത്തെ നോമ്പുറ. പിന്നെ ഇതാ ഈ ഒരു മസാല അൽസയിൽ നമ്മൾ ഹരീസില്ലേ, അതും എല്ലാം ഉണ്ടേനു. അങ്ങനെ ഇന്നത്തെ നോമ്പുറ അടിപൊളിയായിട്ട് പോയി. ഞാനിന്ന് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. പിന്നെ ഞാനൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുമില്ല. പിന്നെന്താ, അങ്ങനെ നോമ്പെല്ലാം കഴിയാനായി. ഇനിയിപ്പം ഞാൻ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് ആലുവിൻ്റെ ബർത്ത്ഡേ. പക്ഷേ ഇത് ഇന്നത്തെ ദിവസമല്ല, കുറേ ദിവസം മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേനു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വ്ളോഗെല്ലാം ചെയ്യാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഇതും പെൻഡിങ് ആയി. അപ്പോൾ ആലുവിന് മാഷാല്ലാ 6 വയസ്സായി. എന്താ പറയുക, മാഷാല്ലാ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേഗം വേഗം കുട്ടികളെല്ലാം വലുതായിട്ട് പോകുന്നത്. ആലുവിന് 6 വയസ്സായി, മാഷാല്ലാ. കേക്ക് മുറി
നമ്മളിപ്രാവശ്യം വലിയൊരു കേക്കാട്ടോ വാങ്ങിയ. എപ്പോഴും കേക്ക് വാങ്ങിയാലും ബാക്കിയാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്കായാലും ഈ സൈസ് കേക്ക് വാങ്ങിയിട്ടുള്ളൂ. ഞാനും എനിക്ക് ഒരു സ്പൂൺ കഴിക്കും, പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഓരോരോ പീസ് അത്രയേ വേണ്ടൂ. പിന്നെ ഇപ്രാവശ്യം ആലുവിന് നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് കേക്കും വാങ്ങി. ഓളോട് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് കുറേ ദിവസം മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓള് ഇക്കാനോടും ഒരു സംഭവം പറഞ്ഞിന്, ഇന്നുവിനോടും ഒരു സംഭവം പറഞ്ഞിന്. കുറേ ദിവസം മുന്നേനുവേ. അപ്പോൾ ഓളെന്നെ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഓള് പറഞ്ഞ ആ ഗിഫ്റ്റാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിനെ. ആലുവിലെ 2020 ഫെബ്രുവരിയിലാണ് ആലുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 2020 ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ വർഷം ഇപ്പോൾ പോകുന്തോറും നമുക്ക് കറക്റ്റ് മനസ്സിലാവും. 2026 മാഷാഅല്ലാഹ്, ആലുവിന് 6 വയസ്സായി. ഓപ്പൺ ചെയ്ത് കൊടുക്ക്. താങ്ക് യു. എന്നായിരിക്കും അല്ല ആലു ഗസ് എന്നാ? ഗോൾഡാന്ന്, പക്ഷെങ്കിൽ എന്ത് ഗോൾഡാ? വളയല്ല, റിങ്ങല്ല, മാലയല്ല, വളയല്ല. ഇഷ്ടപ്പെട്ട നീ പറഞ്ഞ നമുക്കത് വേണേനൂന്ന് പറഞ്ഞ. പൂച്ചയാ? ഇത്ര ചെറിയ ഒട്ടിയില് പൂച്ചയാ? എന്നാ അതെന്തോ സാധന, അതവരെന്തോ പിന്നെ ചെയ്തു. ഇഷ്ടൈനാ? ഓപ്പൺ ചെയ്ത് നോക്ക്. ഗസി എന്തായിരിക്കും? ടോയ്ലറ്റാ? ടാബ്ലറ്റാ? നോ വേ. ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യണേ. നോ. ഇഷ്ടപ്പെട്ടണാ? പിന്നെ ആലു തലേ ദിവസം സ്കൂളിൽ 2 കേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് കൊടുക്കുക. ആലു കഴിഞ്ഞ വർഷം ഈ വർഷം എല്ലാം സ്കൂളിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തിന്. പക്ഷേ ഇന്നും 6 വർഷമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ഇന്നുവിൻ്റെ ജൂണിലാണ് ബർത്ത്ഡേ. അപ്പോൾ ഇവിടെ ജൂൺ ജൂലൈ വെക്കേഷൻ ആയതുകൊണ്ട് പറ്റലില്ല. പക്ഷെ ഞാൻ ഇന്നുവിനോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയതുകൊണ്ട് ആ ഒരു ലക്ക് ഉണ്ടാവും. കാരണം സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കാനും സെലിബ്രേറ്റ് ചെയ്യാനെല്ലാം പറ്റുമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Happy birthday to you. Happy birthday dear Hala. ഈ സ്കൂളിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നതെല്ലാം മാം സെൻഡ് ചെയ്ത് തന്ന വീഡിയോസും ഫോട്ടോസുമാണ് ഞാനിതിൽ കൊടുത്ത. വലിയ ക്ലിയർ ഉണ്ടാവില്ല, വാട്സാപ്പിൽ ഷെയർ ചെയ്തതുകൊണ്ട്. പക്ഷേങ്കിൽ ഞാനങ്ങനെ കൊടുത്തത് ഈ വ്ളോഗ് എപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു മെമ്മറി അല്ലേ. ആലുവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റെല്ലാം ഇങ്ങനെ ഈ ഒരു ട്രോളിയും ഒക്കെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത് തന്നെയാണ്. അമ്മായിമാരും എല്ലാം കൊടുത്തതിനും പിന്നെ ഒരു ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ റിട്ടേൺ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓളെ ഗിഫ്റ്റെല്ലാം ഈ ഒരു ട്രോളിയിലുണ്ട്. എന്നിട്ട് എന്നോട് ഓള് ഒരു ദിവസം പറഞ്ഞ്, ഞാനിങ്ങനെ ഈ ഒരു ഗിഫ്റ്റെല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് ഞാൻ ഹോപ്സ്കോപ്പിൽ ഇത്താത്ത ചെയ്യുന്ന പോലെ അൺബോക്സിങ് വീഡിയോ ചെയ്യാം, ഉമ്മ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ്. ഹോപ്സ്കോപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ട ചാനലാണ്, അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ അതെപ്പോഴും കണ്ടിരിക്കും. എന്നിട്ട് അതുപോലെ ഓള് ആക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഞാൻ കുറച്ച് പോർഷൻസ് എല്ലാം കൊടുത്തേ, കുറേ ലോങ് ഞാൻ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ അൺബോക്സിങ് വീഡിയോയിൽ കാണുന്ന പോലെ പറയുന്നുണ്ടേനെ. അപ്പം ഞാനിതിൽ കുറച്ച് പോർഷൻസ് കൊടുക്കാം. കുറേ ആൾ ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു. എന്നാ പറയുക അവരോട്?
താങ്ക് യു. ആലു ബിഗ് ഗേളായിന്ന് എല്ലാവരും പറയുന്നു. ആലു പണ്ട് സ്മോൾ ആയിരുന്നു പോലും. പണ്ടത്തെ വ്ളോഗിൽ KG1 പോയവരല്ല. ഇപ്പോ ആലുവിനെ പണ്ടത്തെ വ്ളോഗിൽ ആലു കുഞ്ഞ് ബേബി അല്ലേ. ഇപ്പൊ എല്ലാരും പറയുന്നു ആലു ബിഗായി, ആലു ബിഗ് ഗേളായി. കൗക്കൊരു ഒരു ടീത്തേ ഉള്ളു. ഒന്ന് ഫെറി എടുത്ത് അവനക്ക് കൊറേ കോയിൻ ഉണ്ടാവും. Let's open this. Nail polish. And a favorite red color. Light pink, grey glitter, pink glitter. This full. First we put this color, then let it dry, then we put this too. Okay. You can choose yourself. Red favorite color? Is that red? Every color. Let it dry. Coat. Yeah. Right. Need it. Bear. Bear. Bear dressiലുള്ള okra. ഇതാരാണ്? Snowman. Snowman. Snowman അങ്ങനെയാ 3 balls ഉണ്ടാവില്ലേ? Dressed. The inside is so large. I can put anything right here. My book, my doll's dress, my dress, or my doll. My small doll. Card. Chachu and happy birthday. What that? Chachu. This is. He's catching fish, I think. ഇതെന്താണ്? വാട്ടർ ബോട്ടിലിന്റെ ഷേപ്പ്. Peppa Pig. ഇതെന്താണ്? Peppa Pig. Peppa Pig ഒരു ഫാരിയാണ്. Peppa Pig ഫാരി ഇഷ്ടമാണ്. ഇത് ബനിയാൻ തോന്നുന്നു. We put the pencil like this, then this thing come up, then we do it like this. So hard. Working അല്ലേ? See this charging space. കളർ ചേഞ്ച് ആവുന്നുണ്ട്. Nice. സാധനമുണ്ട്. ക്ലോസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ കളർ കിട്ടിയ സ്കൂപ്പിനെ ഇഷ്ടം, ഉമ്മാനെ ഇഷ്ടം. രണ്ടാൾ. ഉമ്മാനെ ഏറ്റവും കൂടുതൽ ആരെയും ഇഷ്ടം? ഉമ്മാന. ഞാൻ വിചാരിച്ചു ലെസ് ആരെ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാമാണ് ആലുവിൻ്റെ ഗിഫ്റ്റ്സ് കേട്ടാ. ഓളെ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ കുറേ കട്ട് ചെയ്തിട്ട് ഇതിൽ കൊടുത്തേ. പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട, ആലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ വ്ളോഗെല്ലാം ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള
ആ സമയത്തേനു ആലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അന്നേരം ഞാൻ അങ്ങനെ ആ ഒരു വ്ളോഗിൽ ആലുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗെല്ലാം ഞാൻ ചെയ്തിന്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് ആലു ബർത്ത്ഡേ വ്ളോഗ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഈ വീഡിയോസ് എല്ലാം വരും. മാഷാ അല്ലാ, അതെല്ലാം എത്ര പെട്ടെന്നാ പോയെന്ന് വിചാരിക്കുന്നത്. 1ാമത്തെ വയസ്സിൻ്റെനു ഇത്. ഞാൻ ഓറഞ്ച് തീമിൽ അങ്ങനെയെല്ലാം ചെയ്തതേനു. ആലുവിനെ നോക്കിയ പല്ലെന്നെ ശരിക്കും വന്നിട്ടില്ല. നിങ്ങൾ ആ സമയത്തെ ഓളെ കാണാൻ തുടങ്ങിയല്ലേ, അതുകൊണ്ട് എന്നോട് കുറേ പേര് പറയലുണ്ട് ആലു വേഗം വലുതായ പോലെ ഉണ്ട്. ഇത് 2ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ. അന്ന് നമ്മൾ നാട്ടിലേനു ഉണ്ടായിനെ, നാട്ടിൽ നിന്നേനു 2ാമത്തെ ബർത്ത്ഡേ. പിന്നെ ഇത് 3ാമത്തെ വയസ്സിൻ്റെ. എൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ട് കേട്ടോ. ഈ 3ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേൻ്റെ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതേനു ഇത്. പക്ഷെ അത് ഏത് പേജിൽ നിന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓക്ക് ചെയ്ത് തന്ന ഡ്രസ്സേനു. മാഷാ അല്ലാ, ഭയങ്കര രസേനു ആ ഒരു ഡ്രസ്സ് കാണാൻ. കുറേ പേര് ഇതുപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തെല്ലാം ആലുവിന് ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുതിലേ ഒക്കെ ഫ്രോക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് 4ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ. പിന്നെ ഇത് 5ാമത്തെ വയസ്സിൻ്റെ. അങ്ങനെ പിന്നെ നിങ്ങളില്ലേ, ഈ ഒരു ഏജിലാണ് ആലുവിനെ കാണാൻ തുടങ്ങിയത്. ഒരു വയസ്സ് ആ ഒരു സമയത്തെല്ലാം. ഒരു വയസ്സിന് മുന്നേ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ കുറച്ചും കൂടി വ്ളോഗെല്ലാം ഇങ്ങനെ എല്ലാവരിലേക്കും എത്തുന്ന ആ ഒരു ടൈമില്ലേ. അങ്ങനെ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതേനു. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വ്ളോഗും എല്ലാം ഞാൻ പണ്ട് ഷെയർ ആക്കിയിട്ടുണ്ടേനു. പിന്നെ വേറെ എന്താ, മാഷാ അല്ലാ, ഇതാണ് ആലുവിൻ്റെ ന്യൂ ബോൺ, ആലുവിനെ പ്രസവിച്ച അന്നത്തെ ഉള്ള ഫോട്ടോസ്. ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഇന്നുവിൻ്റെ ആ ഒരു ഇതില്ലേ സർട്ടിഫിക്കറ്റ് പോലത്തെ സംഭവം കിട്ടൂലേ ഹോസ്പിറ്റലിൽ നിന്ന്, അതെല്ലാം വെച്ചിട്ടുള്ള ഫോട്ടോസാണ്. പിന്നെ നിങ്ങളെല്ലാം കാണുന്നതിന് മുന്നേ ഞാൻ ആലുവിനെയും കൊണ്ട് ഫസ്റ്റ് ഒമാനിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് പിക്കാണ് ഇത്. ചെറുതിലുള്ള സമയത്ത് ഇന്നും ആലുവും തമ്മിൽ ഓൾമോസ്റ്റ് 4 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അന്നേരം ചെറുതിൽ ശരിക്കും ആ വ്യത്യാസം കാണാൻ പറ്റൂലേ. ഇന്ന് കുറച്ച് വലുതും ഇവള് ചെറുതുമായിട്ട്. ഇപ്പം ആണെങ്കിൽ ആലു നീളം വെച്ച് പോയി. പിന്നെ ഇത് ഒരു പെരുന്നാളിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങൾ ഞാനിതിൽ കാണിക്കുന്ന ഈ ഒരു വീഡിയോസ് എല്ലാം എൻ്റെ ഏതെങ്കിലും വ്ളോഗിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ആലു ഇപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഷൂട്ട് ചെയ്തതാ. പിന്നെന്നാ ഇതെല്ലാം നിങ്ങൾ പണ്ട് വ്ളോഗിൽ കണ്ട വീഡിയോസ് തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിൽ കൊടുക്കാം. ഹലോ, ടേസ്റ്റ് ഉണ്ടാ? പാലുന് വേണ്ട പോലും. ഹലോ, എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഏതെങ്കിലും വേണമെങ്കിലും എടുത്തേ. റെഡ് റെഡ് റെഡല്ല ബ്രൗൺ. ഇല്ല ഇല്ല, തരില്ല തരൂല തരില്ല. നെയ്യപ്പം. അയ്യോ കാക്കെ പറ്റി. ടേസ്റ്റ് ഉണ്ടാ? എങ്ങനെയുണ്ട്? ഇന്നോ എന്നാണ് എന്റെ ഡ്രസ്സെല്ലാം കാണുന്നത്. സ്പീഡിലാട്ടോ അപ്പച്ചി. അല്ലിന് തണുക്കുന്നില്ലാലോ.
Okay. Okay, thank you. അല്ലിനെന്നാ വേണ്ടേ? മൈലാഞ്ചിയാ ഇട്ട് തരാം. എടി ഇട്ട് തരണ്ടേ? എടാ അവിടെ ഇട്ടില്ലേ ഒരു പ്രാവശ്യം? ചോക്ലേറ്റ് ഇഷ്ടായിനാ? കാണിച്ചേ. ആ ചോക്ലേറ്റ് ഉമ്മ ഡെയിലി തരും കേട്ടാ, എല്ലാ ദിവസവും തരുവാ. ചോക്ലേറ്റ് ഇല്ല, ഡേറ്റ്സാ. പറയണ്ട അവളോട് ചോക്ലേറ്റ് ആന്ന് പറഞ്ഞാൽ മതി. ഡേറ്റ്സ് ചോക്ലേറ്റ് ആലു. ലുലു പറ്റിക്കുന്നേ ഉമ്മ, ശരിക്കും ലുലു പറ്റിക്കുന്നേ. ഇന്നേ ഞാൻ പറ്റിക്കലുണ്ട്, നീ ചെറുതായാലോ. ഇപ്പൊ നമുക്കറിയാം പറ്റിക്ക. കണ്ട അടിപൊളി സാധനം. നല്ല രസമായി. പെണ്ണോണ്ട് ഒരു എന്നോട് ഒന്നുകൂടി വർക്ക് ചെയ്യണം. എന്നിട്ട് ഒരു വർക്ക് കൂടി ചെയ്യണം. ഒരു വർക്ക് കൂടി ചെയ്യണം. അടിപൊളിയല്ലേ? കമ്മല് കാണിച്ചെടുത്തേ, ക്യാമറയിൽ കാണിച്ചെടുത്തേ. അടിപൊളിയല്ലേ? അപ്പുറത്ത് കാണിച്ചു. ലുലു കാണിച്ചേ, കമ്മല് കാണിച്ചാന്ന്. എന്നിട്ട് ചിരിച്ചേ. ഒന്നുമില്ല. ആ പാക്ക് ചെയ്യണം. മാം ABCD സോങ് അറിയാമോന്ന് ചോദിച്ച ലൂലു എന്ന് പറയാ. യെസ് എനിക്ക് അറിയാന്ന് പറയണേ. യെസ് ഐ നോ എന്ന് പറയണേ. എങ്ങനെയാ പാട്? ABCD മറന്നോ എന്ന് നോക്കട്ടെ. Come forward. Show your face. Yes. Okay, smile.ไม่ให้ช่วยใช่ไหมจะได้เข้าให้ช่วยไหม